SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ ഈടാക്കുന്നത് കാലങ്ങളായി തുടർന്നു വരുന്ന രീതിയെന്ന വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിനെ വിമർശിച്ച PK അബ്ദുൾ റബ്ബിന് മറവി രോഗം ബാധിച്ചിട്ടുണ്ടാകാം എന്നും മന്ത്രി കളിയാക്കി. അതേസമയം വിവാദത്തിൽ KSU MSF പ്രതിഷേധം തുടരുകയുമാണ്. ഫെബ്രുവരി 19 മുതൽ 23 വരെയാണ് SSLC മോഡൽ പരീക്ഷ. ചോദ്യപേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്നും പണം ഈടാക്കാനുള്ള ഉത്തരവിനെതിരെ ഇന്നലെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണവുമായി രംഗത്തെത്തിയത്. കാലങ്ങളായി തുടരുന്ന രീതിയാണെന്നും LDF സർക്കാർ പുതുതായി ഒന്നും നടപ്പാക്കിയിട്ടില്ലെന്നും 2013 ഉത്തരവ് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായി ചെയ്തു വരുന്ന നടപടിക്രമം ഈ വർഷവും തുടർന്നുവെന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്നും ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനം എടുത്ത് നടപ്പാക്കിയ നടപടിയല്ല. മന്ത്രിയായിരുന്ന കാലത്ത് PK അബ്ദുൾ റബ്ബിന് സ്വന്തം ഓഫീസിലെ കാര്യങ്ങൾ പോലും അറിയില്ലായിരുന്നുവെന്നും വി ശിവൻകുട്ടി പരിഹസിച്ചു. PK അബ്ദുൾ റബ്ബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ്: അമ്മയെ വല്ലതും തരണേ, അതൊക്കെ പണ്ട്, ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ. 2013 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഇറക്കിയ ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേണ്ട. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSUവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് MSFും പ്രതിഷേധ പ്രകടനം നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം DDO ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.